അല്ല എന്നെ തണുപ്പെന്ന് പറഞ്ഞേ ഭയങ്കര തള്ളലാണല്ലേ. ജാക്കറ്റ് ഇട്ട് പോണത് അവിടെ എവിടെ ഈ സമയത്തൊന്നും തണുപ്പുണ്ടാവില്ലപ്പാ. ഉണ്ടെന്ന് പറയും നിങ്ങള് ഉറപ്പാ? ഇല്ലെങ്കിൽ നിങ്ങളെ പ്രായം നോക്കില്ല, കുത്തും നമ്മള്. ഒന്നുമില്ല ഇവിടെ നിങ്ങൾ കൊച്ചു നിക്ക. ഇപ്പൊ നമ്മള് തണുപ്പ് തന്നെ കൊച്ചു കഴിയട്ടെ. എത്ര മണിക്ക് എത്തും ഇങ്ങോട്ട്? തണുപ്പ് ഇപ്പൊ മല്ലുള്ള തണുപ്പ്. പഴയ തണുപ്പ് ഇപ്പൊ ഇല്ല. ഇപ്പൊ സമയം വ്യത്യാസമില്ലേ. എങ്ങനെ നമ്മുടെ അവിടുത്തെ എങ്ങനെ തിരുവനന്തപുരം ഭാഷ കൂടി ഒന്ന് കേക്കട്ടെ. തള്ളേ നമ്മൾ റൗണ്ട് അബൌട്ട് റൈറ്റ് പോകുന്നതാണ് തള്ള പറയുന്നത്. തള്ളല്ല, ഇത് ഒറിജിനൽ തള്ളാണ്. ഹായ് ഫ്രണ്ട്സ്, ദുബായിൽ ജീവിക്കുന്ന എല്ലാ എംപ്ലോയീസിൻ്റെയും ഒരു വീക്കെൻഡ് എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്തമായിരിക്കും. ആ വീക്കെൻഡിൽ ഇന്ന്, അതായത് വെള്ളിയാഴ്ച ദിവസം, നമ്മളൊരു യാത്ര തിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ കൂടെ നമ്മുടെ സെയ്ദക്ക, അതുപോലെ തന്നെ നമ്മുടെ റമീസ്, അഖിലേഷ്. നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് റാസൽ ഖൈമ ഉള്ള ഒരു വലിയൊരു മലയുണ്ട്. അതായത് UAE സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മലയാണ് ജബൽ ജെയ്സ്. ജബൽ ജെയ്സ് എന്ന് പറയുന്ന മല അത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 1934 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന, അതുപോലെ തന്നെ UAE വേറൊരു മലയുണ്ട്, അത് അബുദാബിയിലുള്ള ജബൽ ഹഫീദ് അല്ലേ, അത് ഏകദേശം 1246 മീറ്ററേ ഉള്ളൂ. പക്ഷെ അതിനേക്കാളും വലിയൊരു മലയാണ്. നമ്മളിതിനു മുമ്പ് ആ ഒരു മല കയറിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയൊരു അനുഭവമാണ് ഈ പോയ നമ്മുടെ സൈദക്ക് നമ്മളോട് പറയുന്നത്. അവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. പൊതുവെ യാത്ര ചെയ്യുന്ന രാജാക്കന്മാരൊക്കെ പറയുന്നുണ്ട്, കുറേ ദൂരം സഞ്ചരിച്ച് നല്ല കാഴ്ചകൾ കാണാൻ കഴിയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ആ ഒരു അനുഗ്രഹത്തിലൂടെ നമ്മളും മുന്നോട്ട് പോവുകയാണ്. Right, left, drill, splash. Come take a lick, pound a lolly. My baby, my baby. റാസൽ ഖൈമ വിളക്ക് റൗണ്ട് പോട്ട് അങ്ങനെ പറയുന്നത്. പണി ഇതിൽ തിരികെ അത് നല്ലൊരു കോമഡി ആണെന്നിട്ടാ. ഞാൻ ഇന്നലെ മറ്റേ ജഗതിയുടെ കോമഡി കണ്ടിട്ടാണ് ഞാൻ എത്ര ദിവസം കഴിഞ്ഞു കൂടിയത്. ഇപ്പൊ രമേശിന്റെ കോമഡി നല്ല പറയാണ്. അവിടെ പേര് ഫസ്റ്റ് വന്ന സമയത്ത് തിരികെത്തിച്ച് ഒരു എനർജി ഇല്ല. അതാണ് നമ്മുടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. ചിലപ്പോ സ്ലീപ്പിങ് ഇപ്പൊ ഉറങ്ങാത്ത പോയിന്റ് മാത്രമുള്ള കാര്യമൊന്നും ഇപ്പൊ മനസ്സിലായില്ലേ? ബാക്കിൽ രണ്ടൊരു ഉഷാറായില്ലേ? ഡ്യൂട്ടി അതുള്ള എന്റെ ഡ്യൂട്ടി. എന്താ അവിടുന്ന് കൊണ്ട് തന്നെ ഇവിടുന്ന് വന്നവനൊക്കെ വെളിയില്ല. നമ്മളിവിടെ ഒരു സ്റ്റാൻഡേർഡ് ടീം പോയിട്ടിരിക്കുന്ന ജബൽ ജെയ്സ് ഇങ്ങോട്ട് അവിടുന്ന് ഞാൻ മലയിൽ നിങ്ങളെ കയറ്റാതെ പോകും. നിങ്ങളെ മലയെ കയറ്റാതെ ഞാൻ തിരിച്ചു പോകും. ഞാനും അത് കാര്യം എത്തേണ്ടത്. ഇനിയാണ് നിങ്ങൾ കാണാൻ പോണ കാഴ്ചകൾ. രണ്ട് സൈഡും കൊടൂരമായ വനം. അത് നിങ്ങൾ മനസ്സിലാണ്ട് ഉറപ്പിച്ചാൽ മതി അങ്ങനെയാണെന്ന്. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കാം. എന്താ ചിന്തിക്കാ? എപ്പോഴായിരിക്കും അവിടെ ചെല്ലണത്? എപ്പോഴായിരിക്കും ഇനി എന്താ അവിടെ കാണാനുള്ളത്? എന്റെ ഒരു വാക്ക് കേട്ടിട്ടാണ് ഈ 3 സഹോദരങ്ങൾ എന്റെ കൂടെ വന്നിരിക്കുന്നത്. ഞാനിപ്പോ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല.
ഇനി അവിടെയെങ്ങാനും മലയില്ലേ ഇവരെല്ലാം ഒന്നിച്ചാടിക്ക കൊടുത്തത്. പണ്ട് ഞാൻ പോയതാണ് 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിവിടെ വന്നു പോയത്. വീണ്ടും ഞാനും കൂടെ വന്നിരിക്കുകയാണ് ഇവരെ ഉറപ്പ് കൊടുത്തിട്ട്. ഈ മല ഇവിടെ ഉണ്ടെന്നും മഞ്ഞ് കേട്ടില്ല എന്ന് പറഞ്ഞാണ് ഇവര് പ്രഷർ ചെയ്യാണ്. ഞാൻ മേലെ ചെന്നിട്ട് മഞ്ഞ് കാണിച്ചു വിടും. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ട, മലയുടെ വഴിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോട്ട് ദ പോയിന്റ്. കേട്ടില്ല നിങ്ങൾ സ്റ്റാർട്ട്. എന്തൊക്കെ കാണാൻ കിടക്കുന്നത്, എന്തെല്ലാം പറയാൻ കിടക്കുന്നത്, ഒരുപാട് സംഭവ വികാസങ്ങളാണ്. കമ്മൂസക്ക് നിങ്ങള് വേറെന്താ പേരായിരുന്നു? എസ്മൂസ്. സ്മൂസ് ചെറുതിനാ? ചെറുതായുണ്ടോ? സ്മോൾ മൂസ. ഇവിടെ മാത്രം കിട്ടും സമൂസ ബ്രൈറ്റ്നസ്. വെള്ള ടീഷർട്ട് ഇട്ട് തള്ളി മറിച്ച ഒരു മനുഷ്യൻ കാരണം നമ്മൾ ഇവിടെ ചൂട് കാരണം വേർത്ത് ഒലിക്കുകയാണല്ലേ. എന്നിട്ട് ചൂട് ചായം കൂടെ വാങ്ങിച്ചത്. ഒരു കൈസ് വെള്ളോ 2 റംസ്. ഒരു രൂപയുടെ ചായ 2 റംസ്. മല കേറുന്നതിന് മുന്നേ ഒരു ചെറിയ തട്ടുകടല്ലേ, ചായക്കട. ചെറിയൊരു മക്കാനി. ഈ കാണുന്ന മക്കാനിയിൽ കയറി ചായ കുടിച്ച് നമ്മുടെ യാത്ര തുടരാൻ പോവുകയാണ്. സ്മോൾ സമോസ വെച്ചു. ഇങ്ങനെയുള്ള ഈ തണുപ്പിനുള്ള ഈ ഏരിയകളിലൊക്കെ നമ്മുടെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. അല്ല, ഇങ്ങോട്ടൊക്കെ വരുമ്പോ എങ്ങനെ അറിയാമോ, ഫുഡ് കഴിക്കാൻ ഇവിടെ വരുമ്പോ മറ്റേ സെറ്റപ്പായിട്ട് വരണം. എങ്ങനെ നമ്മൾ വന്ന സെറ്റപ്പ് അല്ല, നിങ്ങൾ വീഡിയോ കോൾ ആക്കാൻ വേണ്ടിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ വന്നു. അങ്ങനെ വന്ന് ഇവിടെ ഒരു രാത്രി ഒരു 10-11 മണി വരെയൊക്കെ നിന്നിട്ട് എനിക്ക് വേണ്ടിട്ടോ, എനിക്ക് 2 മണി തരൂല, വേണ്ട കൊടുക്കണ്ടാ. ഇതത് ഓർലിക്സാ. അവസാനം റമീസ് പറയാ, ഈ മലയിലെങ്കിലും നിങ്ങൾ പോയിട്ടുണ്ടോ ഇതിനു മുന്നേ? മലയിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചോടുകൂടി ഞാൻ പറഞ്ഞേ പോയി നോക്കാം. ഇപ്പൊ നല്ല തണുപ്പ് വരുന്നുണ്ട്, കാരണം അകത്തുള്ള AC കൂട്ടിക്കുന്നുണ്ട്. അത് നന്നായിട്ട് രണ്ട് പാറക്കെട്ട ഞങ്ങള് തുറന്നാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. ഇത് നോക്ക്, ഇത് കണ്ടില്ലേ, മനസ്സിലേ? ഇതാണ് ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡില് വെള്ളം. കാണാത്ത സംഭവങ്ങൾ പിന്നെ കണ്ടില്ല എന്ന് പറയരുത്. ഇപ്പൊ തന്നെ കണ്ടോ, തിരിച്ചു വരുമ്പോ ഇരുട്ടാവും. ഒമാന്റെ തൊട്ടടുത്ത് പോയി നിൽക്കും, സുൽത്താന്റെ അടുത്ത്. അവിടുന്ന് ചാടിക്കാൻ ഒമാനിക്ക് ചാടല്ലേ? പിന്നെ നേരെ തൊട്ടടുത്ത് പിന്നെ വിസ വേണ്ടല്ല. വെള്ളിയാഴ്ച ബിരിയാണി. പിന്നെ തമിഴന്മാര് പറഞ്ഞാല് അമ്മ വെള്ളിക്കിഴമ ബിരിയാണി. ഒന്നും പ്രശ്നമല്ല. AC വണ്ടിയിലെ പോയിട്ട് ഇടയിലിടയിൽ കോർട്ട് കൊണ്ടുപോവാം. അങ്ങേയും AC. 2 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. ഇത് സംഭവം ഇപ്പൊ മോള് കയറാൻ പറ്റില്ല. 2 കിലോമീറ്റർ കൊണ്ട് ജെയ്സ് മൗണ്ടെയിൻ എത്തുന്ന പറയുന്നത്. അവിടെ ബോർഡ് കാണുന്നുണ്ട്, സൈൻ ബോർഡ് അങ്ങനെ കാണിച്ചു. മുകളിലേക്ക് നമ്മൾ കയറണം. മുകളിലേക്ക് കയറുന്ന സെപ്പറേറ്റ് ഉണ്ടല്ലേ, ഇതിലേക്ക് 31 കിലോമീറ്റർ. അപ്പൊ 31 കിലോമീറ്റർ ഇത് ഓഫ് ചെയ്യണി. ഇത് നോക്കിട്ടിരുന്ന പിരാന്താവും. അല്ല, 31 കിലോമീറ്റർ ഉണ്ട്. 31 കിലോമീറ്ററിന് മുകളിലേക്ക്. ഇവിടെ മോഹൻലാലിന്റെ ഒക്കെ ഫിലിം പിടിച്ചാണ് ഇവിടെ പറയാറ്. ജയറേം പ്രാസംകാരി. എന്നാ ലോഹം നിങ്ങളൊന്ന് ഉഷാറാക്കിയതാളിയാ പോണോ എന്റെ റമീഷ, മനസ്സിലായില്ലേ? പിന്നെ കാണാപ്പാടം എനിക്ക് ഓർമ്മയുണ്ടാവൂല, എല്ലാം നോക്കി വെച്ചോ. ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ഫിറ്റ് ചെയ്താ അവരുടെ ജീവിതം മൊത്തം കാട്ടം പോയോ. കാരണം വീടുകളാ ആ സൈഡിലൊക്കെയാണ്. അവരവിടെ കൃഷി ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ ഓറഞ്ച് സംഭവം. നല്ല രസമായിരുന്നു. അവര് വേറെ ഇതുണ്ട്, അവരുടെ ഫുഡ് അവിടെ കൊണ്ട് കഴിക്കും, ഡിസ്പ്ലേയിൽ വെക്കും. ഒരു
അവർക്ക് വേറെ സ്ഥലങ്ങളുണ്ട്, അവര് കൃഷിക്കാരാണ്. നിങ്ങൾ അവിടെ ഓറഞ്ച് കൃഷി ചെയ്യുന്നുണ്ട്, വല്ലാത്ത തള്ളാണ്. വേറൊരു തള്ള് പറയുമ്പോ ഒരു ഇതുണ്ട്. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു കാഴ്ച കുറവുണ്ടോ, പെട്ടെന്ന് നോക്കിയാൽ കാണുന്നില്ലോ, വണ്ടി പോയിട്ടിരിക്കാനുള്ളതെന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് ഓറഞ്ച് കൃഷി സംഭവം ടവറ് വണ്ടിയിൽ കൊണ്ട് കിട്ടിയാണ്. ഒന്നത്തേക്കുള്ള നെറ്റ് കൂടെ കൊണ്ട് സർവ് ചെയ്യും. എന്തെങ്കിലൊക്കെ പറയണ്ടേ, മോളിലൊന്നാലും കുറച്ച് റിലാക്സ് വേണം. അതാണ് ഞാൻ പറഞ്ഞത്. എന്നോട് അത് ചോദിച്ചാൽ ഞാനിപ്പോഴാ കാട്ടാതെ, ഞാൻ മുന്നേ പറയണേ. അതെല്ലാ ദിവസവും നെറ്റ് എന്താ